ഞങ്ങൾ പോത്തമ്മാവ് തുടങ്ങിയുള്ള ബന്ധമാ ചേച്ചി പോത്തമ്മാവിൽ അഭിനയിച്ച ജോയിസാറിന്റെ പടത്തില് ഞാനും ഉണ്ടല്ലോ അപ്പൊ അന്ന് തുടങ്ങിയ കൂട്ടാ. അപ്പൊ ഇടയ്ക്ക് എന്നെ വിളിച്ചു നീ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യത്തില്ല, നീ മിസ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടേ ചേച്ചി എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ചിലപ്പോ എനിക്ക് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മളിപ്പോ തിരക്കിൽ പോകുമല്ലോ. അങ്ങനെ വിശേഷം ഉണ്ടായിരുന്നു. നല്ല നല്ല ഫുഡ് അവിടുത്തെ ഡിഫറെന്റ് ഫുഡ്, ബംഗാളി ഫുഡ്. ഞങ്ങൾ അവിടുന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്യുവർ ആയിട്ട് കിട്ടുന്ന സൗത്ത് ഇന്ത്യൻ ഫുഡുള്ള റെസ്റ്റോറന്റിൽ കൊണ്ടുപോവുക. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മദർ തെരേസയുടെ ചുമ്പിൽ പോവുക, കാളി ടെമ്പിൾ അറേഞ്ച് ചെയ്യുക. ദീദിയാണ് ഫുള്ള് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തത്. എനിക്ക് കുറെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ദീദി. ദീദിയുടെ ട്രിങ്കാസിൽ ഒരു നൈറ്റിന് ഞങ്ങളെ കൊണ്ടുപോയി ദീദി. ഭയങ്കര ഒരു എക്സ്ട്രാordinary. അവിടെയാണല്ലോ ദീദി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ ഇങ്ങനെ ചെല്ലുകയും ദ ഹോൾ ക്രൗഡ് സ്റ്റോപ്പായി. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല ദീദി വരുമെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര ചില്ലോട്ടെ, ദീദിയുടെ കൂടെയുള്ള ആൾക്കാരല്ലേ. ദീദി മൈക്കിൽ കൂടെ പറയുമ്പം എന്റെ ഗസ്റ്റ് ഉണ്ട് പാടിക്കൊണ്ടാ ഹേ പൊന്നമ്മ ഇങ്ങനെ പാടിയുള്ള സ്റ്റൈലൊക്കെയാണല്ലോ. അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുഡ്, അപ്പൊ ഡ്രംസ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അതുപോലെ ടേക്ക് കെയർ ചെയ്ത് ദീദി പാട്ടുപാടി. ദീദി ഫോർ ഹെർ ഇറ്റ് മീൻസ് എ ലോട്ട് ടു. കാരണം ഹസ്ബൻഡിനെ മീറ്റ് ചെയ്ത സ്ഥലം. അപ്പൊ ഇങ്ങനത്തെ ദീദിയുടെ പേഴ്സണൽ മെമ്മറീസ് ഷെയർ ചെയ്യുക, ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബോണ്ട് ദീദിയായിട്ട് ഉണ്ടാകുക.